കിച്ചൻ സാഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി എന്നാൽ നല്ല എരിവുള്ള ഒരു കറിയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. കട്ട്ല എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫിഷ് കറിക്ക് വേണ്ടി ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അയലയോ അതുപോലെ തന്നെ കിളിമീനോ നെന്മീനോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 1/2 കിലോ മീൻ എടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല മീൻ കിട്ടാനായിട്ട്. ഇത് ഓൺലൈൻ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ കട്ട്ലയാണ് വാങ്ങിച്ചത്. ഏത് മീൻ വേണമെങ്കിലും 1/2 കിലോ എടുത്താൽ മതിയായിരിക്കും. ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഇതൊരു മീഡിയം സൈസ് തേങ്ങ പിഴിഞ്ഞെടുത്ത 1/4 പാലാണ്. ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാലുണ്ട്. ഇത്ര വേണമെന്നൊന്നുമില്ല. ഒരു തേങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര കിട്ടുമോ അത്ര എടുത്താൽ മതിയായിരിക്കും. കുറച്ച് വാം വാട്ടർ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി, പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടും. ഇതൊരു 2.5 കപ്പ് 2/2 പാലാണ്. നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങയിൽ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതിയായിരിക്കും. ഇതിലാണ് നമ്മൾ ഫിഷ് കറി ആദ്യം വേവിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതൊരു 8 പീസ് ചുവന്നുള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. വലിയ ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ച് മതിയായിരിക്കും. 3 പച്ചമുളക് കീറി വെച്ചത്, കുറച്ച് കറിവേപ്പില, ഇനി ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും വെള്ളത്തിൽ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കാശ്മീർ റെഡ് ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതൊരു 3 പീസ് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. പുളിയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് എത്ര പുളി വേണമോ അതിനനുസരിച്ചുള്ള പുളി ചേർത്താൽ മതിയായിരിക്കും. ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകും ആക്ച്വലി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ആ ഒരു പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻകറിക്കെല്ലാം തന്നെ നമ്മളിങ്ങനെ പൊടികളൊക്കെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ കരിഞ്ഞൊന്നും പോകത്തില്ല. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിനെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മല്ലിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. മസാലയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാല്, ഒരു 2-2.5 കപ്പോളം 2/2 പാലുണ്ട്. അത് നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഫിഷ് പീസസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വിടുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഓരോ പീസായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് നമ്മൾ ഈ മീൻകറി ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. മീനിന് അധികം വേവൊന്നുമില്ല, എന്നാലും പുളിയൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 15-20 മിനിറ്റ് പിടിക്കും. അപ്പോൾ അത്രയും നേരം നമ്മളിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഒരു 20 മിനിറ്റോളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ചട്ടി ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇനിയിപ്പോൾ തീ വെക്കേണ്ട ആവശ്യമില്ല. ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഒന്നാം പാൽ ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടിക്കോളും. തീ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് തിളയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തീ നിർത്തിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ചൂടാവാനായിട്ട് വിടുക. അതിനുശേഷം കടുക് വറുത്തിട്ട് എടുത്താൽ മതിയായിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 പീസ് ചുവന്നുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഫിഷ് കറിയിലോട്ട് ഒഴിക്കാം. ഇനി നമ്മുടെ മീൻകറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് വറുക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്താലും മതിയായിരിക്കും. ഇനി നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ഇരിക്കണം. നമ്മൾ ഈ കടുക് വറുത്തിട്ടതൊക്കെ ഈ മീൻകറിയിലേക്ക് നന്നായിട്ടൊന്ന് ആ മണമൊക്കെ വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഫിഷ് കറി അപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി, നല്ല കുറുകിയ ചാറൊക്കെയുള്ള അത്യാവശ്യം എരിവൊക്കെയുള്ള ഒരു മീൻകറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്.